സഹൃദയരെ, പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉഷ കുമ്പിടി. പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത കണ്ണാന്തളി പൂവിനെ കുറിച്ചാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കവിതയുടെ പേര് മൗന പുസ്തകത്തിലെ ആദ്യത്തെ താൾ. നേത്രരോഗങ്ങൾക്ക് കണ്ണിൽ ചാറൊഴിക്കുന്ന നേർത്ത വയലറ്റ് പൂകൾക്ക് കണ്ണാന്തളി എന്ന പേരു വന്ന കാര്യം കളിയായി ചൊല്ലിയതല്ല കേട്ടോ. ഓണക്കാലമണയുമ്പോൾ വിരിയുകയും ഓണപ്പൂക്കളത്തിന്റെ ഭാഗമായി തീരുകയും ഓണത്തപ്പനെ നന്നായി അണിയിച്ചൊരുക്കുകയും ഒക്കെയും ചെയ്തവളി ഓണപ്പൂവ്. ഋതുമതിയായി പൂവിൽ മധു നിറഞ്ഞാൽ അതരത്തിലാദ്യത്തെ മുദ്രയേൽക്കാൻ മദാലസയായവൾ പൂത്തു നിൽക്കും. മധുബനണയുന്നതു കാത്തു നിൽക്കും. ആദ്യ ചുംബനത്തിന്റെ ലാസ്യലയത്തിൽ പൂവ് ആകെ മറന്നു മയങ്ങി നിന്നു. ആരുമെത്താത്തൊരു മൗന പുസ്തകത്തിലെ ആദ്യത്തെ താളാവാൻ അവൾ കൊതിച്ചു. കണ്ണാന്തളിപ്പൂവ് ശൃംഗാരലോലയായി കുണുങ്ങി നിൽക്കുന്നത് കാണുവാനായി കുന്നിൻ ചരുവുകളിൽ നിത്യവും പോകുവാൻ കുളിരുള്ള പുലരിയെ ഒപ്പം കൂട്ടി. വേനലവളുടെ പൂമേനി തൊട്ടപ്പോൾ വിഷാദ ഞരമ്പുകളിൽ ഉൾക്കിടീലം. വാക്കുമറന്ന കവിത പോലെ അവൾ പാടി വീഴാനായൊരുങ്ങി നിൽപ്പൂ. ഒരു മയിൽ പീലിയായി കണ്ണാന്തളി നിന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എനിക്കു വയ്യ. ഒരു നഷ്ട സ്വപ്നമായി കരളിലിരുമ്പുവാൻ ഒരിക്കലും ഞാൻ നിന്നെ വിടുകയില്ല. നീ എനിക്കേകിയ നയനാനന്ദ സുഖം നിറയുന്നു ഇന്നുമെൻ കരൾ കലത്തിൽ. നീർമിഴിത്തുള്ളികൾ ഇറ്റി വീണിട്ടെന്റെ നിറയൗവനത്തിലും പാടുവീണു. പ്രണയത്തിൻ വീടിന്റെ ഉമ്മറക്കോലായിൽ പടിവാതിൽ ചാരാതെ ഞാനിരിക്കാം. പറയൂ, നീ വരികില്ലേ കണ്ണാന്തളിപ്പൂവേ, പിടയുമെൻ ഹൃദയം തണുപ്പിക്കാനായി. പറയൂ, നീ വരികില്ലേ കണ്ണാന്തളിപ്പൂവേ, പിടയുമെൻ ഹൃദയം തണുപ്പിക്കാനായി. പിടയുമെൻ ഹൃദയം തണുപ്പിക്കാനായി. നന്ദി, നമസ്കാരം.